അപ്പോൾ ഈ നിങ്ങളറിഞ്ഞ കാര്യം ശരിയാണ്. അവിടെ തിരുനെല്ലി പഞ്ചായത്തിലെ ബേഗൂര് റേഞ്ച് ഓഫീസിൻ്റെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലാണ് അവർ തന്നതായിട്ടുള്ള അവിടെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് അവിടെ താൽക്കാലികമായിട്ടുള്ള വീടുകൾ ഉണ്ടാക്കി താമസിച്ചത്. അപ്പോൾ അത് ഈ പറഞ്ഞാൽ ഒരു ഓർക്കാപ്പുറത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് അങ്ങനെ പൊളിച്ച് കളഞ്ഞത് തെറ്റാണ്. അത് ചെയ്യാൻ വേണ്ടി പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ലോക്കൽ ബോഡീസ് ഉണ്ട്. എൻ്റെ പഞ്ചായത്ത് കൂടിയാണത്. ഞാൻ അവിടെ താമസക്കാരനാണ്. ഒരു പരസ്പരം ആലോചിക്കാതെ അവർ ആ 3 വീടുകൾ പൊളിച്ച് അവരെ വഴിയാധാരമാക്കിയത് തെറ്റാണ്. അത് സംബന്ധിച്ച് വനമന്ത്രിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അതുപ്രകാരം കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കാമെന്ന് മന്ത്രി എന്നോട് പറഞ്ഞിരുന്നു. അതുപ്രകാരം ഇന്നലെയാണ് സംഭവം, രാവിലെ മുതലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് സംബന്ധിച്ച് ചില സസ്പെൻഷനും മറ്റ് നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആ പൊളിച്ച ആ വീടുകൾ അവർ തന്നെ കെട്ടിക്കൊടുക്കാം എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട്. ഇതാണ് ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത്. പഞ്ചായത്തിന് കൊടുത്ത കാര്യം എൻ്റെ ശ്രദ്ധയിലില്ല. ഇന്ന് തന്നെ അവരെ കെട്ടിക്കൊടുക്കാന്നല്ല പറഞ്ഞത്. ഇന്ന് തന്നെ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ പൊളിച്ച സ്ഥാനത്ത് തന്നെ അത് കെട്ടിക്കൊടുക്കാമെന്നുള്ള ധാരണയാണ് ആയിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞത് അങ്ങനെ അല്ല, പാടില്ലാത്തൊരു കാര്യമാണല്ലോ. ഇതൊരു പാടില്ലാത്ത കാര്യമാണല്ലോ. അതവർ അറിയാലോ, ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് ഇടപെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇടപെട്ടു, വനമന്ത്രിയായിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ ഈ 2 നടപടി, ഒന്ന് ഈ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നിയമപരമായിട്ട് നടപടി എടുക്കുമെന്നുള്ളതും പൊളിച്ച സ്ഥാനത്ത് തന്നെ അവർക്ക് ആ വീടുകൾ കെട്ടിക്കൊടുക്കുമെന്നുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് നടപ്പാക്കുന്നില്ലെങ്കിൽ അന്നേരം നോക്കാം. അതെ, ഞാൻ മന്ത്രി ആയതിനു ശേഷം നമ്മുടെ ഈ അയ്യങ്കാളി സ്പോർട്സ് സ്കൂളിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പരാതികൾ എൻ്റെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പരാതികൾക്കൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അതാണ് സമയം വൈകിയത്. കുട്ടികളുടെ മീറ്റിംഗ് ആദ്യം സംഘടിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ ഞാൻ കേട്ടു. പിന്നെ അവർ വിട്ടതിന് ശേഷം ഓൾ ജീവനക്കാരുടെ മീറ്റിംഗ് വെച്ചു. അപ്പോൾ അതും കേട്ടാണ് ഇപ്പോൾ അവസാനം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ പറഞ്ഞതിൽ നിന്ന് ജീവനക്കാരും പറഞ്ഞതിൽ നിന്ന് വലിയ ഒരു ഇതില്ലെങ്കിലും ചില പോരായ്മകളുണ്ട്. അതെ, ഒരു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, ബാത്റൂമിൻ്റെ കാര്യങ്ങൾ, ബെഡിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ സ്പോർട്സ് എക്യുപ്മെൻസിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇവിടുത്തെ ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ തൊട്ട് സെറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്തു. അപ്പോൾ വലിയ ഒരു ഇത് പറയാൻ കഴിയില്ല, എന്നാലും ചെറിയ പോരായ്മയുണ്ട്. ഇപ്പോൾ ഒരു കക്കൂസിൻ്റെ ഡോറിന് കൊളുത്തില്ല എന്ന് കുട്ടികൾ പറഞ്ഞു. കൊളുത്തില്ലെങ്കിൽ അത് വലിയൊരു കാര്യമാണ്, അത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു ചെറിയ കൊളുത്തില്ലാത്തൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചില സ്ഥലത്ത് ടൈൽസ് ഇളകി കിടക്കുന്നുണ്ട്, ബാത്റൂമിൽ ടൈൽസ് ഇളകി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നന്നാക്കി തരണം. അതെ. അല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് പരിശോധിക്കേണ്ട കാര്യമാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അവർ കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെട്ടിക്കൊടുക്കുമ്പോൾ ഈ കെട്ടിയ സ്ഥലത്ത് അവർ അവിടെ തന്നെ കെട്ടിക്കൊടുക്കും എന്ന് അവർ പറയുമ്പോൾ ആ കെട്ടിയ സ്ഥലത്ത് കുഴപ്പമില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. അതല്ലേ? അതെ, ശാശ്വത പരിഹാരം നമുക്ക് വേണ്ടതാണ്. ആ കാര്യങ്ങൾ കൂടി നമുക്ക് ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഓടാലോ അതിനെ പൊളിക്കാനോ?
എന്തോ എനിക്കറിയില്ല, അങ്ങനെ ഗൂഢാലോചന നടത്തി അങ്ങനെ പൊളിക്കേണ്ട ഒരു കാര്യമുണ്ടോ ഇതിനിപ്പോൾ? എന്തോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ആ ആ വയനാട്ടിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. വോട്ട് എല്ലായിടത്തും കുറഞ്ഞു. LDFിൻ്റെ വോട്ടും കുറഞ്ഞു, UDFിൻ്റെ വോട്ടും കുറഞ്ഞു, BJPൻ്റെ വോട്ടും കുറഞ്ഞു, എല്ലാ പാർട്ടിക്കാരുടെ വോട്ടും കുറഞ്ഞു. അങ്ങനെ വോട്ട് കുറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് വീണ്ടും ഒരു ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴും അതിനോടൊരു ഒരു 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 വിമുഖത പ്രകടിപ്പിക്കുന്ന രീതിയാണ് പൊതുവെ വയനാട്ടിൽ ജനങ്ങൾ എടുത്തത്. പിന്നെ ഒന്ന് അങ്ങനെ ചിന്തിക്കാനൊരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആയിരുന്നു 5 വർഷം. വയനാട്ടിലെ 4-5 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ രാത്രികാല നിരോധനത്തിൻ്റെ വിഷയം, വന്യമൃഗശല്യം, ചുരമില്ലാത്ത പാത, വയനാട് നേരിട്ടുകൊണ്ടിരുന്ന കാർഷിക തകർച്ച, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ എം പി ആക്കി 5 വർഷം ഈ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ കാര്യമായിട്ട് വന്നിട്ടില്ല. വീണ്ടും പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അതേ രീതി തന്നെയായിരിക്കും തുടരുക എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ജനങ്ങൾ പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ എന്തിനു വോട്ട് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നല്ലൊരു ശതമാനം ജനങ്ങൾ എത്തിയത് കൊണ്ടാണ് എല്ലാ പാർട്ടിക്കാരുടെയും വോട്ടും കുറഞ്ഞത്. അപ്പോൾ അതെ, അതിപ്പോൾ ഇപ്പോൾ വയനാടായാലും ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മലപ്പുറം ജില്ലയാണ്. ഈ മണ്ഡലം തന്നെ UDFിൻ്റെ ഒരു മണ്ഡലമാണല്ലോ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതാണ് ഏത് റിക്രൂട്ട്മെൻറ്റ്? ഉന്നതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ഒഡാപേക്ക് എന്ന് പറയുന്ന ഒരു സൈറ്റ് മുഖാന്തരമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ സൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ മുമ്പിൽ അവർക്ക് ചില വിഷയങ്ങളൊന്നും വന്നിട്ടില്ല, ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. അവർ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് അവർ പരസ്പരം പ്രകടിപ്പിച്ചെന്നുള്ളതാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. അതെ, ഞാൻ മന്ത്രി അതെ ഞാൻ ഞാൻ മന്ത്രിയായി ചുമതല ഏറ്റപാട് ഞാൻ ഈ കാര്യത്തിലേക്ക് കടന്നിരുന്നു. അപ്പോൾ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ഉന്നതി എന്ന പദ്ധതിയെ അടിസ്ഥാനമാക്കിയാണ് ഈ പട്ടികജാതി പട്ടികവർഗ പദ്ധതികൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ തുടരുന്നത്. ആ പദ്ധതിയെ അടിസ്ഥാനമാക്കി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒഡാപേക്ക് എന്ന് പറയുന്ന സൈറ്റും. അതുവഴിയാണ് നമ്മൾ കുട്ടികളെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നതും അത്തരം കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഫോറിനിലേക്ക് വിടുന്നതും മറ്റ് ഇതര ലംസം ഗ്രാൻഡ്, സ്റ്റൈപ്പൻഡ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതുവഴിക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മന്ത്രിയുടെ മുമ്പിൽ ഇപ്പോഴത് തടസ്സം മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. അതെ 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 ഇല്ല, അത് സംബന്ധിച്ച് പരാതികളൊന്നും എൻ്റെ മുമ്പിൽ ഇതുവരെ വന്നിട്ട് ഞാൻ 4 മാസം മന്ത്രിയായിട്ട് 4 മാസം പിന്നിടുന്നു. ഉന്നതിയായി ബന്ധപ്പെട്ടിട്ട് പരാതിയും കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. പക്ഷേ വന്ന പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ സ്കോളർഷിപ്പ് മുടങ്ങിയതിനെ സംബന്ധിച്ച് നിരന്തരമായ പരാതി വന്നിരുന്നു. അപ്പോൾ ആ പരാതി നമ്മൾ വന്നത് കൃത്യമായി പരിശോധിച്ച് നമ്മളൊരു 90-99%, ഇപ്പം വേണമെങ്കിൽ ഒരു 100% 2 വർഷത്തെ നമ്മളെല്ലാം കുടിശ്ശിയെല്ലാം തീർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അതാ അതെനിക്കറിയില്ല. ഇപ്പോൾ SESും പിന്നെ അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പ്രശാന്തും തമ്മിലുള്ള വിഷയം എന്ന് വെച്ചാൽ അവസാനം നമുക്ക് അതൊക്കെ പോയി വേറെ രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ വന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഈ പദ്ധതി നടപ്പാക്കിയതിൽ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ പോരായ്മയോ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നില്ല. ആ പദ്ധതി ഇനിയിപ്പോൾ തുടരുന്നത്